بسم الله الرحمن الرحيم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹപര നന്മകൾ കരസ്ഥമാക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏത് ചെറിയ സൽക്രമങ്ങളാണെങ്കിലും കഴിവിൻ്റെ പരമാവധി അത് വിട്ടുകളയാതെ അത് നിർവഹിക്കാൻ സന്നദ്ധരായാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹപര നന്മകൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നന്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തരും. നമുക്ക് നേട്ടങ്ങൾ അല്ലാഹു തആല നൽകും. വുളൂഇന് ശേഷം നാം രണ്ട് കൈകളും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട്, മുകൾ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം നമുക്കറിയാം, സുന്നത്തായ കാര്യമാണ്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് തുടങ്ങിയ പ്രാർത്ഥന, ഷഹാദത്ത് കലിമയും തുടർന്നുള്ള അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന, ശേഷം മഹാനായ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി എന്നുള്ള ആ സ്വലാത്ത്, ഇങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാം. ആ ഒരു സൗഭാഗ്യം അല്ലാഹു കൊടുക്കുമെന്ന് നാം ഏവരും മനസ്സിലാക്കിയവരാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്നാ അൻസൽനാഹു 3 പ്രാവശ്യം ഓതണം എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ഇന്നാ അൻസൽനാഹു 3 പ്രാവശ്യം ഓതണം എന്ന് പറയുകയുണ്ടായി. ഇന്നാ അൻസൽനാഹു കൊണ്ടുള്ള ഉദ്ദേശം തുഹഫയിലും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷർവാനിയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നാ അൻസൽനാഹു എന്നുള്ള സൂറത്തുൽ ഖദറിനെ സംബന്ധിച്ചാണ് എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇതാണ് സൂറത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന നിർണായകമായ രാത്രിയെ കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സൂറത്ത്. ഇത് 3 പ്രാവശ്യം ഓതണം. കമാഹുവൽ ഖിയാസു, തുഹഫയിൽ കാണാം, ഖിയാസാക്കിക്കൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവയവങ്ങളെല്ലാം 3 പ്രാവശ്യം കഴുകണം. അതോടൊപ്പം ചൊല്ലേണ്ട കാര്യങ്ങൾ, വുളൂഇൻ്റെ ഓരോ അവയവങ്ങൾ കഴുകുന്നത് 3 പ്രാവശ്യം ആകൽ സുന്നത്തായതുപോലെ ചൊല്ലേണ്ട ദിക്റുകളും 3 പ്രാവശ്യം ആകണം. അതാണ് ഖിയാസ്, താരതമ്യപ്പെടുത്തുക. 3 പ്രാവശ്യം കഴുകണമെന്ന് പറഞ്ഞതിനോട് 3 പ്രാവശ്യം ചൊല്ലണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം കരുതണം. കരുതേണ്ടത് കരുതുക, ചൊല്ലേണ്ടത് ചൊല്ലുക. തുഹഫയുടെ ഗ്രന്ഥകർത്താവ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, സുമ്മ റഅയ്തു ബഅദൽ അഇമ്മത്തി സറഹ ബിദാലിക, പിന്നീട് ഞാൻ ഇമാമിങ്ങൾ വ്യക്തമാക്കിയത് ഇപ്രകാരം കൊണ്ട് വ്യക്തമാക്കിയതായിട്ട് ഞാൻ കണ്ടു. 3 പ്രാവശ്യം ചൊല്ലണം,
എന്ന് ഇന്നാ അൻസൽനാഹു എന്ന് 3 പ്രാവശ്യം ചൊല്ലണം എന്ന് വ്യക്തമാക്കി കണ്ടു. അത് ഖിയാസ് എന്ന് മാത്രമല്ല, വ്യക്തമായിട്ട് അപ്രകാരം ഇമാമിങ്ങൾ വ്യക്തമാക്കിയതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയുണ്ടായി. തുഹഫയിൽ കാണാം. അവിടെ വയഖറഉ ഇന്നാ അൻസൽനാഹു ഓതണം എന്ന് പറഞ്ഞു. 3 പ്രാവശ്യമാണ് ഓതേണ്ടത്. അത് ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം ദൈലമി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ ഹദീസ്? ആ ഹദീസ് അന്നമൻ ഖറഅഹ ഫീ ഇസരി വുളൂഇഹി മറത്തൻ വാഹിദ, ആരെങ്കിലും ഈ സൂറത്തുൽ ഖദറിനെ ഇന്നാ അൻസൽനാഹു എന്നതിനെ വുളൂഇന്റെ ഉടനെ മറത്തൻ വാഹിദത്തൻ 1 പ്രാവശ്യം പാരായണം ചെയ്താൽ കാനമിന സിദ്ദീഖീന, അവൻ സിദ്ദീഖീങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 1 പ്രാവശ്യം അങ്ങനെ പാരായണം ചെയ്താൽ അവൻ സിദ്ദീഖീങ്ങളിൽ ഉൾപ്പെടും. വീണ്ടും പറയുന്നു, വമൻ ഖറഅഹ മറത്തൈനി, 2 പ്രാവശ്യം അപ്രകാരം പാരായണം ചെയ്താൽ കുതിബ ഫീ ദീവാനി ശുഹദായി, രക്തസാക്ഷികളുടെ ശുഹദാക്കളുടെ റെക്കോർഡിൽ അവൻ്റെ പേര് എഴുതപ്പെടും. ഷഹീദായ രക്തസാക്ഷിയായവരുടെ ലിസ്റ്റിൽ അവൻ്റെ പേര് വരും. 2 പ്രാവശ്യം വുളൂവിന് ശേഷം സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് ഓതിയാൽ. വമൻ ഖറഅഹ, ഹദീസിൽ കാണുന്നു, വമൻ ഖറഅഹ സലാസൻ, 3 പ്രാവശ്യം ഒരാൾ ഈ സൂറത്തുൽ ഖദർ വുളൂവിന്റെ ദുആക്ക് ശേഷം ഓതിയാൽ ഹശറഹുല്ലാഹു മഹശറൽ അംബിയായി, നബിമാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സദസ്സിൽ ഇവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടും. ഇവനെയാകട്ടെ ഇവളെയാകട്ടെ. വുളൂഇന്റെ ദുആയ്ക്ക് ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതിയവരെ നബിമാരുടെ ആ സമൂഹത്തിൽ ആ സദസ്സിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇങ്ങനെ 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്തതിനു ശേഷം വയുസന്നു ബഅദ ഖിറാഅത്തി സൂറത്തി, അതിനുശേഷം സുന്നത്താണ്. ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിനു ശേഷം സുന്നത്താണ്. എന്ത്? അല്ലാഹുമ്മഗ്ഫിർലി ദംബി വബസ്സിഅലി ഫീ ദാരി വബാരിക് ലി ഫീ റിസ്ഖി വലാ തഫ്തിന്നി ബിമാ സബൈത അന്നി. ഇങ്ങനെ പ്രാർത്ഥിക്കുക, അത് സുന്നത്താണ് എന്നാണ് തുഹഫയുടെ വ്യാഖ്യാന ഗ്രന്ഥം ഷർവാനി പറയുന്നുണ്ട് 1-ാം വാള്യത്തിൽ 283-ാമത്തെ പേജിൽ. അതുപോലെ തന്നെ ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥം ഇആനത്തു താലിബീനിൽ കാണാം. അങ്ങനെ മറ്റു കിതാബുകളിലും കാണും. എന്ത്? അല്ലാഹുവേ യഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ, തമ്പി എൻ്റെ പാപത്തെ പുറത്തു തരണം. വവസ്അലി ഫീ ദാരി, എൻ്റെ ഭവനത്തിൽ നീ വിശാലത ചെയ്യണേ. വബാരിക് ലി ഫീ റിസ്ഖി, എൻ്റെ ഭക്ഷണത്തിൽ എൻ്റെ ഉപജീവനത്തിൽ നീ ബർക്കത്ത് ചെയ്യണം, അനുഗ്രഹം ചെയ്യണേ. വലാ തഫ്തിന്നി, നീ വഴിതെറ്റിക്കരുത്, എന്നെ നീ വഴിതെറ്റിക്കരുത്, എന്നെ നീ പരീക്ഷിക്കരുത്, എന്നെ നീ നാശത്തിൽ ഫിത്നയിൽ അകപ്പെടുത്തരുത്. ബിമാ സബൈത അന്നി, എന്നിൽ നിന്ന് എന്നെ തൊട്ട് നീ സൂക്ഷിച്ച കാര്യത്തെ കൊണ്ട് വീണ്ടും എന്നെ നാശത്തിൽ അകപ്പെടുത്തരുത്, എന്നെ നീ വഴി തെറ്റിക്കരുത്. എന്നെ നീ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, എന്നെ നീ സംരക്ഷിച്ചിട്ടുണ്ട്, എന്നെ നീ തടഞ്ഞിട്ടുണ്ട്. ആ കാര്യം കൊണ്ട് വീണ്ടും എന്നെ നാശത്തിൽ അകപ്പെടുത്തരുത്, വഴിതെറ്റിക്കരുത് എന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതിനു ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി വവസ്സിഅലി ഫീ ദാരി വബാരിക് ലി ഫീ റിസ്ഖി വലാ തഫ്തിന്നി ബിമാ സബൈത അന്നി എന്ന് ദുആ ചെയ്യുക. അത് വലിയ പ്രയോജനം കിട്ടുന്ന കാര്യമാണ്. സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതണം. അതിനുശേഷം ഇപ്രകാരം ദുആ ചെയ്യാം. ദുആ ചെയ്യാൻ കിട്ടാത്തവർക്ക് മലയാളത്തിൽ ദുആ ചെയ്യാം. പടച്ചോനെ, എൻ്റെ നീ പാപങ്ങളെ നീ പുറത്തിരണേ, എൻ്റെ ഭവനത്തിൽ നീ വിശാലത ചെയ്യണേ, എൻ്റെ റിസ്ഖിൽ നീ ബർക്കത്ത് ചെയ്യണേ, ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യണം, ഉപജീവന മാർഗത്തിൽ എന്നെ നീ കാത്തു സൂക്ഷിച്ച കാര്യങ്ങളിൽ നിന്ന് ആ കാര്യങ്ങളെ കൊണ്ട് വീണ്ടും എന്നെ നീ പരീക്ഷണത്തിൽ അകപ്പെടുത്തരുതേ. പക്ഷേ ഈ ദുആ തന്നെ ചെയ്യലാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. പഠിച്ച്
ഇന്ന അൻസൽനാഹു എന്ന സൂറത്ത് ഖബറിന്റെ ഉൾഭാഗത്ത് നിന്ന് അല്പം മണ്ണെടുത്തിട്ട് അതിൽ ഇന്ന അൻസൽനാഹു സബഅ മറാത്തിൻ 7 പ്രാവശ്യം ഓതി. എന്നിട്ട് വളഅഹു അലാ സദ്രിഹി, എന്നിട്ട് ആ മയ്യത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് അതിനെ വെച്ചു. തഹത്തൽ കഫനി, കഫൻ പുടവയുടെ താഴ്ഭാഗത്തായിട്ട് ആ മയ്യത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഈ മണ്ണിനെ 7 പ്രാവശ്യം, മണ്ണിൽ ഇന്ന അൻസൽനാഹു 7 പ്രാവശ്യം മോദിയിട്ട് അത് വെക്കുകയും ചെയ്താൽ അത് അങ്ങനെ ചെയ്യുന്നത് അമാനും മിനൽ ഫത്താൻ, ഫത്താനിൽ നിന്നും നിർഭയത്വം കിട്ടും. വലിയ കുഴപ്പക്കാരൻ പിശാച്, അതിൽ നിന്ന് അമാനാണ്, നിർഭയത്വമാണ്, സുരക്ഷിതത്വമാണ്. ഇങ്ങനെ ഖബറിന്റെ ഉൾഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് അതിൽ 7 പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് ഓതിയിട്ട് മയ്യത്തിന്റെ കഫൻ പുടവയുടെ താഴ്ഭാഗത്തായിട്ട് നെഞ്ചിന്റെ വശത്ത് ആ മണ്ണ് വെച്ചാൽ പിശാചിൽ നിന്ന് നിർഭയത്വം കിട്ടും എന്ന് കിതാബുകളിൽ കാണാം, കൽയൂബിലൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന അൻസൽനാഹു എന്നതിന്റെ മഹത്വമാണ് ഈ പറഞ്ഞത്. എപ്പോൾ വുളൂ ചെയ്തതിന് ശേഷമുള്ള ദുആ, 2 കൈയും കണ്ണും. പക്ഷെ ഇവിടെ തന്നെ അതിനുശേഷം 3 പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഓതണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എന്തു വേണ്ട, കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, കണ്ണുമൊന്നും ആകാശത്തേക്ക് ഉയർത്തേണ്ടതില്ല. കിബിലക്ക് മുന്നിട്ട് കൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് വേണം ഓതാൻ. കിബിലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് 3 പ്രാവശ്യം ഓതണം. കൈകൾ ഉയർത്തണ്ട, കണ്ണും ആകാശത്തേക്ക് ഉയർത്തണ്ട. 3 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്യണം. അതുപോലെ ഖബറിൽ അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ആ മണ്ണിൽ 7 പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഓതിയിട്ട് ആ മയ്യത്തിൻ്റെ കഫൻ പൊടിയുടെ താഴ്ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ആ മണ്ണ് വെച്ചാൽ ഖബറിലെ ഫത്താനിൽ നിന്ന്, പിശാചിൽ നിന്ന്, ഉപദ്രവകാരിയിൽ നിന്ന് നിർഭയത്വം ലഭിക്കുമെന്ന് കിതാബുകളിൽ കാണാൻ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് ഖൈറായിട്ട് വരും, നമുക്ക് നന്മ ലഭിക്കും, നമുക്ക് നേട്ടമുണ്ടാകും. ഇഹപര വിജയികളിൽ, നന്മകൾ കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായും ബന്ധമുള്ളവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, എല്ലാവരുടെയും രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.